മിഥുനം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തെ ഫലം എങ്ങനെയുണ്ടെന്ന് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ രാശിക്കുള്ളിൽ തന്നെയാണ് ബുധൻ, മിഥുനം രാശിക്കുള്ളിൽ തന്നെയാണ് ബുധൻ സഞ്ചാരം നടത്തുന്നത്. ഒപ്പം രണ്ടാം ഭാവമായ കർക്കിടകം രാശിക്കുള്ളിൽ സൂര്യനും വ്യാഴനും ഒപ്പം ഗുളികനും സഞ്ചാരം നടത്തുന്നു. അതുപോലെ തന്നെ ചിങ്ങം രാശിയായ മൂന്നാം ഭാവം പ്രയത്നങ്ങളുടേതായ ഭാവത്ത് ശുക്രനും കേതുവും നിലകൊള്ളുന്നു. ഒൻപതാം ഭാവത്തിൽ അതായത് കുംഭം രാശിക്കുള്ളിൽ രാഹു നിലകൊള്ളുന്നു. പത്താം ഭാവമായ മീനൻ രാശിക്കുള്ളിൽ ശനിയും നിലകൊള്ളുന്നു. ശനി പൊതുവിൽ ഇപ്പോൾ വക്രത്തിലാണ് സഞ്ചാരഗതി. അതുപോലെ തന്നെ 12ാം ഭാവത്തിൽ ചൊവ്വയും നിലകൊള്ളുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓഗസ്റ്റ് മാസകാലത്തിൽ ചൊവ്വയുടേതായ ആധിപത്യം, അതായത് ചൊവ്വ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് നമുക്ക് ഗുണകരമായ നേട്ടങ്ങൾക്ക് പകരം ഒരല്പം ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും തരിക. ഇരട്ട ചിന്താഗതി ഉണ്ടാകുക, പൊടുന്നനെ ദേഷ്യം ഉണ്ടാക്കുക, നമ്മുടേതായ സുഹൃത്തുക്കളോട് നമ്മൾ വഴക്കുണ്ടാക്കുക, കൊടുത്ത പണം തിരിച്ചു കിട്ടാനായിട്ട് ചോദിച്ചാൽ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവുക, കേസുകൾ വഴക്കുകൾ ഉണ്ടാവുക, വാക്ക് തർക്കങ്ങളൊക്കെ അധികരിക്കുക. പൊതുവായിട്ട് സ്ത്രീകളാൽ പ്രശ്നങ്ങൾ ധാരാളം വന്നെത്തുന്ന ഒരു കാലഘട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ശുക്രൻ്റെ വീട്ടിലാണ് ചൊവ്വ നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകൾ വഴി ധാരാളം പ്രശ്നങ്ങളൊക്കെ വന്നെത്തുന്ന സാഹചര്യം കൂടി ഈ ഒരു സമയത്ത് ഉണ്ട്. അപ്പോൾ വളരെ ചിന്തിച്ച്, അതായത് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കണം. മകയിരം, തിരുവാതിര, പുണർന്നം എന്നിങ്ങനെ 3 നക്ഷത്രക്കാരും വളരെയധികം ജാഗ്രത പുലർത്തി പോകേണ്ട ഒരു മാസമാണ്. കാരണം ഇപ്പോൾ കർക്കിടക വാവൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്തത് ഓണം വരുന്ന സമയമാണ് ഈ മാസം. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് സമ്പത്ത്പരമായ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം വന്നെത്തും. പണം കണ്ടെത്താനുള്ള ഒരു മനസ്സോടുകൂടി നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് നമ്മൾ കൊടുത്ത കാശ് തന്നെ നമുക്ക് വിനയായി മാറുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഇടപെടുമ്പോൾ ജാഗ്രതാപൂർവ്വം സൂക്ഷിച്ച് ഒക്കെ ഇടപെടുക. സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കേണ്ട ഒരു സമയം ഇവിടെ ചൊവ്വ പറയുന്നത്. കാരണം ചൊവ്വ വന്നിട്ട് രക്തകാരകത്വത്തിൻ്റെതായ ഒരു ഗ്രഹം കൂടിയാണ്. പൊടുന്നനെ നമുക്ക് ദേഷ്യത്തെ ഉണ്ടാക്കിത്തരും. ഇതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം പൊടുന്നനെ വരിക മകരത്തിനൊക്കെ ആയിരിക്കാം വരിക. അതുപോലെ തിരുവാതിരയ്ക്ക് മാനസികമായ രീതിയിലുള്ള ഒരു ടെൻഷനൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ആഗ്രഹിച്ചതൊക്കെ ചില കാര്യങ്ങൾ നേടാൻ പറ്റുന്ന സമയമാണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് നമുക്ക് പോസിറ്റീവായ ഒരു ചിന്താഗതി കിട്ടില്ല. ഉണർവത്തിനും അതുപോലെ തന്നെയാണ്. അവർ പിന്നെ എല്ലാ കാര്യത്തിലും അനുകൂലിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം വ്യത്യാസമായ ചില കാര്യങ്ങളൊക്കെയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബുധൻ്റേതായ പിന്തുണ നമുക്കുണ്ട്. അതായത് ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ നടത്താനൊരു മനസ്സൊക്കെയും നമുക്ക് ബുധൻ നൽകും. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ബുദ്ധിയൊന്നും തന്നെ മറ്റുള്ളവർക്ക് വിലപ്പോകുന്ന ഒരിതാവില്ല. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെയും മറ്റുള്ളവർ കള്ളത്തരമായിട്ട് എടുക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളെ ബോധപൂർവം നിങ്ങളുടെ ബുദ്ധിയെ മൗഢ്യമാക്കിക്കൊണ്ട് അവർ അവരുടേതായ നേട്ടങ്ങളെ നേടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സ്വന്തമായ നിലയ്ക്ക് എന്തെങ്കിലും കാശുകളോ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള തൊഴിൽപരമായ രീതിക്ക് മുന്നിലേക്ക് പോകാനൊക്കെ ആഗ്രഹമുണ്ട് എന്നെങ്കിൽ ആരോടും പറയേണ്ട, നിങ്ങളുടെ സ്വയ ബുദ്ധിക്കനുസരിച്ച് നിങ്ങൾ മുന്നിട്ട് ഇറങ്ങണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബുധൻ അനുകൂലമായി നിൽക്കുമ്പോൾ ഇവിടെ, കാരണം കന്നി രാശിയിലുള്ള ബുധനാണെങ്കിൽ അഗ്രസീവാണ്. ഇത് ഒരല്പം മന്ദഗതിയിലേ പോവുകയുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നേട്ടം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണമെന്ന രീതിക്കായിരിക്കും മിഥുനം രാശിയിലെ ബുധൻ എപ്പോഴും പ്രവർത്തിക്കുക. കന്നി രാശിയിലെ ബുധൻ അങ്ങനെയല്ല. സ്വന്തമായ നിലയ്ക്ക് ഒറ്റയ്ക്ക് പടവെട്ടി പൊരുതാനായിട്ട് പ്രേരിപ്പിക്കും. തന്നിഷ്ടപ്രകാരം നടക്കാൻ തീരുമാനം എടുക്കാനായിട്ട് പ്രേരണ നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ബുധന് രണ്ടിടത്ത് രണ്ട് വിധത്തിലുള്ള പ്രഭാവമുണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെ മിഥുനത്തിൽ നിൽക്കുന്ന ബുധൻ എപ്പോഴും നമ്മളെ ബുദ്ധിയെ മൗഢ്യമാക്കിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ കൊണ്ട് വിശ്വാസത്തെ നൽകി നമ്മളെ പറ്റിക്കും. ഇതാണ് ബുധൻ്റെ. അപ്പോൾ ബുധൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യാനായിട്ടും പറയാനായിട്ടും പോകരുത്. ആർക്കും വാക്കുകളൊന്നും കൊടുക്കരുത്. ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട്. ശുക്രൻ്റേതായ ഒരു നിലവാരത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ശുക്രൻ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടൊന്നും നൽകില്ല. അതായത് നിങ്ങളൊരു തൊഴിൽപരമായ രീതിക്ക് 10 പേരെ കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കും ഒരിടത്തും നിങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നത്. അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാശും വന്നു ചേരില്ല. അതുകൊണ്ട് തന്നെ പലർക്കും വിദേശത്ത് അല്ലെങ്കിൽ നാട്ടിലൊക്കെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ അതിനാൽ നിങ്ങൾ മനഃപൂർവ്വം ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ള പ്രശ്നങ്ങളെ സൃഷ്ടിച്ച് തരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ബോധപൂർവമാണ് അവർ നിങ്ങൾക്ക് മേലെ പഴിയൊക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അതിനെയൊക്കെ തന്നെ അവഗണിക്കണം. കാരണം ബുധൻ, ഞാൻ പറഞ്ഞല്ലോ, പറ്റിക്കുന്ന ബുധനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധ വേണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ 1000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 800 രൂപയ്ക്കുള്ള ശമ്പളത്തിന് ജോലിക്ക് പോകേണ്ട സമയം ആഗതമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉള്ള തൊഴിലിനെ വലിച്ചെറിയാനുള്ള സാഹചര്യങ്ങളൊക്കെ കാട്ടരുത്. എന്നിരുന്നാൽ തന്നെയും ഇവിടെ ജോലി ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മറ്റു ജോലി ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഉദ്ദേശിച്ച ശമ്പളമൊന്നും ലഭിക്കില്ല എന്ന കാര്യങ്ങൾ ഉറപ്പിക്കുന്നു. അപ്പോൾ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങൾ ചിന്തിക്കാതെ ശുക്രൻ നിങ്ങൾക്ക് ഗുണം അല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് സഞ്ചാരം നടത്തുന്നത്. വ്യാഴം ഇങ്ങനെയൊക്കെ നിന്നിട്ട് സപ്പോർട്ട് നൽകുന്നു എങ്കിൽ തന്നെയും ചില സന്ദർഭങ്ങളിൽ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഉപദേശം
നൽകുന്നവരുടേതായ ആ ഒരു വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ്നെസ് തോന്നുമെങ്കിലും അതിലേക്ക് ഇടപെട്ട് കഴിയുന്ന സമയത്ത് ഈ ഉപദേശം നൽകിയവർ നിന്റെ മനസ്സിനനുസരിച്ച് ചിന്തിച്ചാൽ പോരായിരുന്നോ, ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുന്നത് നല്ലതായിരിക്കും, പ്രവൃത്തി നിങ്ങളുടേത് മാത്രം ആയിരിക്കണം. ശനി ഭഗവാന്റേതായ സ്ഥിതി വക്രഗതിയിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിശ്രമങ്ങൾ നൽകാനായിട്ട് പ്രേരണ നൽകും. അതായത് നീ ഇറങ്ങിക്കൊള്ളുക, നീ പരിശ്രമിക്കുക, ഇറങ്ങുന്ന വഴികളിൽ ഞാൻ നിനക്ക് പ്രേരണ നൽകാം. അതായത് ഞാൻ നിന്നെ തടസ്സപ്പെടുത്തില്ല, ഇറങ്ങുന്ന വഴിയിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കില്ല, ഇറങ്ങിക്കൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പരിശ്രമം കൊടുക്കാം. പുതിയ തൊഴിലിനായിട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തിനും പരിശ്രമം കൊടുത്ത് മുന്നിലേക്ക് പോകും. അത് വിജയപാതയിലേക്ക് എത്തിച്ചേരും. കാരണം എന്ന് വെച്ചാൽ ശനി ഇപ്പോൾ ഒരു 136 ദിവസത്തോളം വക്രഗതിയിൽ തന്നെയായിരിക്കും. ഈ സമയം നമുക്ക് ഗുണം ആകുമെന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഫലം വന്നെത്തും. ഇപ്പോൾ ഓഗസ്റ്റ് മാസം മുതൽക്ക് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റാണ് എങ്കിൽ 100% നിങ്ങൾക്കതിൽ വിജയം ഉണ്ട്. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക. 4.5 മാസത്തിനുള്ളിൽ കഷ്ടപ്പാടുകളിൽ നിന്നും വിടുതൽ 100% ഉണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആരോഗ്യപരമായ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടവർക്ക് ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരും. അതുപോലെ എടുത്തു പറയണേ, ഈ മാസത്തിൽ മിക്കവാറും ദേവാലയ സന്ദർശനങ്ങളോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ആവും. അത് ഏത് സുഹൃത്ത് മുഖേനയാണെങ്കിലും നിങ്ങൾക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഇവിടെ വന്നെത്തുമെന്നുള്ളതിന് സംശയമൊന്നും തന്നെയല്ല. ഈ ഓഗസ്റ്റ് മാസത്തിൽ പ്രേമബന്ധങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ച് ദിവസം, ഒരു 15 ദിവസം വരെയൊക്കെ ഒരു അനുകൂലമായ ഭാവത്തെ നൽകുമെങ്കിലും പിന്നീട് അത് ഒരു സെൻസിറ്റീവായ രീതിക്ക് മാറി പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. അതായത് പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എത്തുമ്പോൾ അവിടെ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും പിണക്കങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ പ്രേമബന്ധത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ സെൻസിറ്റീവ് ആയ രീതിക്കുള്ള ഇടപെടലുകളൊന്നും നടത്താതെ ഇരിക്കുക. ഈ രാശിയിൽപ്പെട്ടവരുടേതായ കുടുംബ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വളരെയധികം ജാഗ്രത വേണം. അതായത് വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം. മകയിരം, തിരുവാതിര എന്നീ 2 നക്ഷത്രക്കാരും വളരെയധികം സൂക്ഷിച്ചു മാത്രമേ ഇടപെടാവൂ. അതായത് എൻ്റെ കാര്യമാണ് വിജയം എന്ന് പറഞ്ഞിട്ട് വാക്ക് തർക്കങ്ങൾക്ക് പോകരുത്. ചൊവ്വയുടേതായ ഇടപെടൽ സാമ്പത്തികപരമായ രീതിയിൽ ഒരല്പം ഷോർട്ടേജ് ഉണ്ടാക്കുമെങ്കിൽ ശനി തരുന്ന സപ്പോർട്ടിനാൽ വളരെയധികം പ്രയത്നങ്ങളുടെ ഭാവം കൊടുക്കുമ്പോൾ നിങ്ങളെ തേടി ധാരാളം ആൾക്കാർ വരികയും അതിൻ്റെതായ രീതിക്ക് ഒരു മുന്നേറ്റം ലഭിക്കുകയും ചെയ്യും. വ്യാഴം കുറച്ചുകൂടി നിങ്ങളുടെ ബുദ്ധിയെ ശരിയായ രീതിക്ക് നയിക്കുകയും 100% നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം കഴിവിനാൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നാണ്. അതായത് ഔട്ട് റേഞ്ചിൽ നിന്നും ഗെയിം പ്ലാൻ ചെയ്യാതെ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നത്. അതാണ് ബുധൻ പറയുന്നത്. ബുധൻ എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, നീ എന്തിനാണ് പുറമേ പോയി അന്വേഷിച്ച് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? നിനക്ക് നീ പഠിച്ച കാര്യങ്ങൾ, നീ അനുഭവത്തിലൂടെ പാരമ്പര്യമായി നേടിയ കാര്യങ്ങളൊക്കെ തന്നെ നിനക്ക് അറിയാവുന്നതല്ലേ? തീർച്ചയായിട്ടും നിനക്ക് അത് പ്രയോജനപ്പെടുത്തി കൊണ്ടുവന്നാൽ നിനക്ക് വിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മിഥുനം രാശിയുടേതായ എപ്പോഴത്തെ തോൽവി എന്ന് പറയുന്നത് സ്വന്തം കഴിവുകളെ അവർ തിരിച്ചറിയാതെ അത് മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, വണ്ടി വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തണം. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കർക്കിടക വാവ് സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങളൊക്കെ നടക്കുന്ന ആ സമയമാണ്. വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോലും കസേര ഒടിഞ്ഞെങ്കിലും തറയിൽ കിടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷ്മത വേണമെന്ന് പറയുന്നു. അത് വളരെ അധികം ജാഗ്രത പുലർത്തുക. വണ്ടി വാഹനങ്ങളൊക്കെ, അതായത് ഈ ഓഗസ്റ്റ് മാസം 30-ാം തീയതി വരെ ജാഗ്രത തന്നെ പുലർത്തുക. വേഗം കൂട്ടി വാഹനങ്ങളൊന്നും ഓടിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ വാഹനത്തിൽ കയറി സഞ്ചരിക്കാതിരിക്കുക. അതുപോലെ നമ്മുടേതായ ചിന്താഗതികൾക്ക് അനുസൃതമായ രീതിയിൽ മാത്രം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അതായത് വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും വേണം. വാഹനത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടേതായ ശ്രദ്ധ എന്ന് പറയുന്നത്. മറ്റ് ചിന്തകളോടുകൂടി വണ്ടി വാഹനങ്ങൾ എടുക്കരുത്. അപകടം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. തീർച്ചയായിട്ടും നല്ല ഒരു കാലം വേണമെങ്കിൽ ഇവിടെ ശനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വ്യാഴവും ഉപദേശിയായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൊവ്വ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വയുടേതായ പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന വഴികളിൽ വിജയമുണ്ട്. 100% ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. തൊഴിൽ മാറ്റമുണ്ട്, ശമ്പളത്തിൽ മാറ്റമുണ്ട്, ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ തൊഴിലില്ലാതിരിക്കുന്നവർക്കും ഈ ഓഗസ്റ്റ് മാസത്തിൽ എന്തായാലും തൊഴിൽ ലഭിക്കും. അത് ഉറപ്പാണ്.